ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഇഷ്യൂ ടെക്നിക്കാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പം അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽ ഈസ് ഫസ്റ്റ് ഇഷ്യൂഡ് ഫ്രം ദി ഏർലിയസ്റ്റ് കൺസൈൻമെന്റ് ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്ന, ഫോർ എക്സാമ്പിൾ ഇതിപ്പം ഒരു ബണ്ടിൽ ഓഫ് മെറ്റീരിയൽ വന്നതാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ബണ്ടിൽ ഓഫ് മെറ്റീരിയൽ ആണിത്, ബണ്ടിൽ ഓഫ് മെറ്റീരിയൽ. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, മെറ്റീരിയൽ വാങ്ങിച്ചു. ദെൻ മൂന്നാമതും മെറ്റീരിയൽ വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആദ്യം വന്നതിനെയാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇഷ്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ടേ ഇത് എടുക്കുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത് എടുക്കുള്ളൂ. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പം മെറ്റീരിയൽ എടുക്കുന്ന കാര്യത്തിലല്ല, പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ. ഇതിപ്പം 9 രൂപയ്ക്ക് വാങ്ങിയതാണ്, ഇത് 8 രൂപയ്ക്ക് വാങ്ങിയതാണ്, ഇത് 10 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പൊ ആദ്യം ഇഷ്യൂ പ്രൈസ് ഏതിലാണ് എടുക്കുക, 9ലാണ് ഇഷ്യൂ ചെയ്യുക. പിന്നത്തതോ 8ലാണ് ഇഷ്യൂ ചെയ്യുക. പിന്നത്തോ 10ലാണ് ഇഷ്യൂ ചെയ്യുക. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. The unit of opening stock of material are treated as if they are issued first. The unit from the first purchase issued next, and so on until the unit left in the closing stock materials are valued at the latest cost of purchase. Okay, നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം മനസ്സിലാവുന്ന രീതിയിലേക്ക് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഇല്ലുസ്ട്രേഷൻ കാണാം, ഇല്ലുസ്ട്രേഷൻ നമ്പർ 6 കാണാം. അപ്പൊ അവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. The received side of Stowe's ledger account shows the following particulars. Opening balance നോക്കുന്നത് 500 യൂണിറ്റ് ഉണ്ട് at the rate of 4 per unit. Then received from vendor 200 unit at the rate of 4.25. Then January 12 received from the vendor 150 unit at the rate of 4.10. ഇങ്ങനെ ജനുവരി 20 കിട്ടിയിട്ടുണ്ട്, ജനുവരി 25 റിസീവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ വേർ ആസ് ഫോളോസ്. ജനുവരി 4 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ജനുവരി 10 ഒരു 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ജനുവരി 15 ഒരു 100 യൂണിറ്റ്, 19 100 യൂണിറ്റ്, ജനുവരി 26 200 യൂണിറ്റ്, ജനുവരി 30 250 യൂണിറ്റ്. ഇഷ്യൂസ് ആർ ടു ബി പ്രൈസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫോളോ ചെയ്തിരിക്കുന്നത് ഫിഫോ ടെക്നിക് ആണ്. റൈറ്റ് ദി സ്റ്റോസ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി മന്ത് ഓഫ് ജാനുവരി. അതിലെ സ്റ്റോസ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സ്റ്റോസ് ലെഡ്ജർ. അപ്പം ഇതിന് 3 പ്രധാനപ്പെട്ട കോളങ്ങൾ ഉണ്ടാവും. ഒന്ന് റിസീറ്റ് കോളാണ്, മറ്റൊന്ന് ഇഷ്യൂ കോളം, വേറൊന്ന് ബാലൻസ് കോളം. ഓക്കെ, ഇത് നമുക്കൊരു എസ്സേ ടൈപ്പ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ പർട്ടിക്കുലേഴ്സ് ഒന്നും വേണമെന്നില്ല, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജനുവരി 1 ഓക്കെ, ജനുവരി 1 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുക ബാലൻസ് കോളത്തിലാണ്. ഓക്കെ, ഇത് ക്വാണ്ടിറ്റി, എമൗണ്ട്, റേറ്റ് എങ്ങനെയാണുള്ളത്. നമുക്ക് കുറച്ചും കൂടെ സൗകര്യത്തിന് വേണമെങ്കിൽ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് എന്ന് എഴുതാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന ജനുവരി 1 മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, 500 മെറ്റീരിയൽ ഉണ്ട്, അല്ല 500 ക്വാണ്ടിറ്റി ഉണ്ട്. എത്ര റേറ്റ്, 4 രൂപയാണ് അല്ലെ. അപ്പൊ എത്ര രൂപയുടെ മെറ്റീരിയൽ ഉണ്ട്, 200 രൂപയുടെ. ദെൻ ഓക്കെ, 2000 രൂപയുടെ. ഓക്കെ, ദെൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ജനുവരി 4 എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റി ഉണ്ട് നമ്മളെ കയ്യിൽ, 500 ക്വാണ്ടിറ്റി ഉണ്ട്. എത്ര ഇഷ്യൂ ചെയ്തു, 200 ഇഷ്യൂ ചെയ്തു. എത്ര രൂപയുടേതാണ്, 4 രൂപയുടെ അല്ലെ. അപ്പം 200 × 4 രൂപയുടേത് നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയുടെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത്, 800 രൂപയുടെ. അപ്പം അന്ന് നമ്മുടെ ബാലൻസ് എത്രയായിരിക്കും, 500-ൽ നിന്ന് എത്ര പോയി, 200 പോയി, ബാക്കി എത്ര ഉണ്ടാവും, 300 നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി ജനുവരി 5 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് വാങ്ങിയത്, എത്ര എണ്ണം വാങ്ങിയത്, 200 എണ്ണം വാങ്ങിയിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. എത്ര റേറ്റ്, 4.25 ആണ്, 850 രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വരും, 300 നേരത്തെ ബാക്കിയുണ്ട്,
ഇപ്പം വാങ്ങിയ 200 ഉണ്ട്. നേരത്തെ റേറ്റ് 4 ഇപ്പോഴത്തെ റേറ്റ് 4.25 ആണ്. ജനുവരി 10 വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 400 എണ്ണം ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 400 എണ്ണം ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ? 300 അല്ലേ ഉള്ളൂ. അപ്പം ഈ 300 എടുക്കും, താഴെ നിന്ന് എത്ര എടുക്കും? 100 എടുക്കും അല്ലെ? ഓക്കെ. അപ്പം 300 ഇൻറ്റു 4 ചെയ്യും, ദെൻ 100 ഇൻറ്റു 4.25 ചെയ്യും. ദെൻ ബാലൻസ് നമ്മൾ ഇവിടെ കാണിക്കും. ദെൻ ജനുവരി 12 വീണ്ടും നമ്മൾ റിസീവ് ചെയ്തു, പർച്ചേസ് ചെയ്തു 150 ക്വാണ്ടിറ്റി 4.10 അല്ലെ 4.10 വാങ്ങിയിട്ടുണ്ട്. 615 രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ കയ്യിൽ നേരത്തെ 100 ഉണ്ട്, ഇപ്പോഴത്തെ 150 ഉണ്ട്. അത് റെക്കോർഡ് ചെയ്തു. ജനുവരി 15 അതുപോലെ തന്നെ ജനുവരി 19 2 തവണ നമ്മൾ എന്ത് ചെയ്യും, 100 ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ ഇഷ്യൂ ചെയ്തു. അത് നമ്മൾ ഇന്ന് ഡിഡക്ട് ചെയ്തു. ഓക്കെ. ദെൻ ജനുവരി 20 നമ്മൾ 300 ക്വാണ്ടിറ്റി വാങ്ങി, 450 ആണ് റേറ്റ്, 1350 ഇപ്പൊ നേരത്തെ ബാലൻസ് 50 ഉണ്ട്, ഇപ്പം വാങ്ങിയ 300 ഉണ്ട്. ഓക്കെ. ദെൻ ഇതേ കാര്യം തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ജനുവരി 25 വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ജനുവരി 25 ബാലൻസ് ആണ്. ഓക്കെ. ജനുവരി 26 നമ്മൾ 200 ക്വാണ്ടിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. 200 ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആദ്യം ഈ 50 എടുക്കണം. ഓക്കെ. പിന്നെ നമ്മൾക്ക് എത്ര വേണ്ട, 150. ഇതിൽ നിന്ന് 150 എടുക്കും. ഓക്കെ. അപ്പം 50 എടുത്തു. ദെൻ തൊട്ട് താഴത്തെ ബാലൻസിൽ നിന്ന് 4.5 നിന്ന് നമ്മൾ 150 എടുത്തു, ഇഷ്യൂ ചെയ്തു. ഓക്കെ. അതിന്റെ ബാക്കി ബാലൻസ് നമ്മളിവിടെ കാണിച്ചു. ദെൻ ജനുവരി 30 നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, 250 ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ബാക്കി 300 നമ്മളിവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ നമ്മൾ ഈ ബാലൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ലാസ്റ്റ് കാണുന്ന ബാലൻസ് ആണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ഇയറിൽ, ആ മന്തിൽ ലാസ്റ്റ് കാണുന്ന ബാലൻസ് എത്ര രൂപയുടെ, എത്ര ക്വാണ്ടിറ്റി, എത്ര രൂപയുടെ ഗുഡ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു വാച്ച് ഓർ റെക്കോർഡ് ദിസ്. ഓക്കെ. 300 ഇൻറ്റു 4 ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബാലൻസ്. ഓക്കെ. 300 into 4 is equal to 1200. So this would be the value of closing stock.